ജാർഖണ്ഡിൽ രണ്ടാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യപ്രചാരണം ഇന്ന് അവസാനിക്കും. 38 മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തിൽ എത്തുക. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, BJP മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി എന്നിവരാണ് മത്സരരംഗത്തുള്ള പ്രമുഖ ആളുകൾ. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ബൽറാം, ഗുഡ് മോർണിംഗ്. ബൽറാം, വിവരങ്ങൾ ജാർഖണ്ഡിൽ നിന്ന്. ഗുഡ് മോർണിംഗ് എസ്കെൻ. ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ 24 വർഷത്തെ ചരിത്രത്തിലെ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് ഇത്തവണ സാക്ഷ്യം വഹിച്ചത്. അതിന് അവസാനം കുറിക്കുകയാണ് ഇന്ന്. രണ്ടാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യപ്രചരണം ഇന്ന് അവസാനിക്കുമ്പോൾ BJPയും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും നേർക്കുനേർ പല പ്രചരണ വിഷയങ്ങളിൽ ഏറ്റുമുട്ടുകയാണ്. ഏറ്റവും പ്രധാനം ഇത്തവണത്തെ പ്രചരണ വിഷയമായി ഉയർന്നു വന്ന ഒരു കാര്യം എന്നുള്ളത് ബംഗ്ലാദേശിൽ നിന്നുള്ള അനധികൃത നുഴഞ്ഞുകയറ്റം BJP ഒരു പ്രചരണ വിഷയമാക്കി ഉയർത്തുകയും ഇന്ത്യ സഖ്യം പ്രത്യേകിച്ച് JMM അതിനെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത് തന്നെയാണ് BJPയുടെ മുഖ്യ പ്രചാരണ വിഷയമായത്. ഈ തിരഞ്ഞെടുപ്പിൽ ജാർഖണ്ഡിലെ വിഭവങ്ങൾ ഇത്തരത്തിൽ ചോർന്നു പോകുന്നു എന്ന ആരോപണമാണ് ഉന്നയിച്ചത് എങ്കിൽ ഭരണഘടന അടക്കം നിരവധി വിഷയങ്ങൾ, ഏറ്റവും ഒടുവിൽ മണിപ്പൂരിലെ സംഘർഷം തുടരുന്നത് ഉൾപ്പെടെയാണ് ഇന്ത്യ സഖ്യം പ്രചരണ വിഷയമാക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ അടക്കം ഒരു നിര നേതാക്കൾ BJPക്ക് വേണ്ടി പ്രചരണത്തിനായി സംസ്ഥാനത്ത് എത്തിയിരുന്നു. എന്നാൽ ഇന്ത്യ സഖ്യത്തിന് വേണ്ടി ഹേമന്ത് സോറൻ, JMMന്റെ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ തന്നെയാണ് പ്രചാരണം നയിക്കുന്നത്. മറ്റ് നേതാക്കൾ, കോൺഗ്രസിന്റെ ദേശീയ നേതാക്കൾ അടക്കം 1-2 തവണ മാത്രമായിരുന്നു സംസ്ഥാനത്ത് എത്തിയത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ വൈകിട്ട് BJPയുടെ പ്രചാരണത്തിന് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിൽ ഹേമന്ത് സോറനെതിരായ സമൂഹ മാധ്യമ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. JMM ഇക്കാര്യത്തിൽ നേരത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ 43 മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു. രണ്ടാം ഘട്ടത്തിൽ 38 ഇടത്താണ് വോട്ടെടുപ്പ് നടക്കുന്നത്. അതിൽ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രി ബാബുലാൽ മറാണ്ടി അടക്കമുള്ള നിരവധി പ്രമുഖർ മത്സരരംഗത്ത് ഉണ്ട്. രണ്ടാം ഘട്ടത്തിൽ 528 സ്ഥാനാർത്ഥികളാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി തേടുന്നത്. അതിൽ ഒട്ടേറെ മണ്ഡലങ്ങൾ ശക്തമായ മാവോയിസ്റ്റ് സാന്നിധ്യം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട മണ്ഡലങ്ങളായതുകൊണ്ട് തന്നെ ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി.